Hi students, in this video we are going to discuss the next topic, that is binding. So in the previous class we have discussed about the term name, okay, and the context in which we will using names in various programming language also we have discussed, okay. That is നമ്മൾ പറഞ്ഞു ഒരു ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലായാലും നമ്മൾ നെയിം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾക്കായിരിക്കും നെയിം കൊടുക്കുന്നത്? വേരിയബിൾസിന് കൊടുക്കും, മെയിൻലി വേരിയബിൾസ്, ദെൻ കോൺസ്റ്റൻസ്, ദെൻ ഫങ്ഷൻസ്, മൊഡ്യൂൾസ്, ഫയൽസ്, ഇതിനെല്ലാം നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? നെയിംസ് കൊടുക്കാറുണ്ട്, ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ലെക്ചറിൽ ഞാൻ നെയിം എന്താണെന്ന് നമ്മൾ കംപ്ലീറ്റ്ലി ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അതിനോടൊപ്പം തന്നെ ബൈൻഡിങ്ങിൻ്റെയും സ്കോപ്പിൻ്റെയും ഡെഫിനിഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്കെ. ഇനി പ്രീവിയസ് ലെക്ചറിനകത്ത് അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നതിന് ഡിഫറൻസ് ബിറ്റ്വീൻ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ആൻഡ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ, അതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഓക്കെ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈൻഡിങ് എന്ന് പറയുന്ന ടേമാണ്, ഓക്കെ. സോ ബൈൻഡിങ് ആസ് പെർ ഡെഫിനേഷൻ, ബൈൻഡിങ് മീൻസ് ഇറ്റ്സ് എൻ അസോസിയേഷൻ ബിറ്റ്വീൻ ആൻ ആട്രിബ്യൂട്ട് ആൻഡ് ആൻ എൻറ്റിറ്റി. അതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ബൈൻഡിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതർവൈസ് ഇറ്റ്സ് ആൻ അസോസിയേഷൻ ബിറ്റ്വീൻ എ നെയിം ആൻഡ് ആൻ ഒബ്ജക്റ്റ്, ഓർ ഒരു ഒബ്ജക്റ്റിന് നമ്മളൊരു നെയിം അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനും നമുക്ക് എന്തെന്ന് പറയാം? ബൈൻഡിങ് എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ ബൈൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ബൗണ്ട് ചെയ്യുന്നു. ആ രണ്ട് ടേംസും നമുക്ക് യൂസ് ചെയ്യാം. ബൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ബൈൻഡിങ് എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ബൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് ആൻ ആട്രിബ്യൂട്ട് ടു ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ടിനെ അസോസിയേറ്റ് അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയെ ഒരു ആട്രിബ്യൂട്ടായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബൈൻഡിങ് എന്ന് പറയുന്നത്, ഓക്കെ. അപ്പോൾ ഈ ബൈൻഡിങ് നടക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബൈൻഡിങ് ടൈം എന്ന് പറയുന്നത്. ബൈൻഡിങ് ടൈം ഇസ് എ ടൈം അറ്റ് വിച്ച് എ ബൈൻഡിങ് ടേക്സ് പ്ലേസ്, ഓക്കെ. സോ ബൈൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ അസോസിയേഷൻ ഓഫ് ടു തിങ്സ്, രണ്ട് കാര്യങ്ങളുടെ അസോസിയേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബൈൻഡിങ് എന്ന് പറയുന്നത്. ആരൊക്കെ തമ്മിലാന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ആൻ ആട്രിബ്യൂട്ട് ആൻഡ് ആൻ എൻറ്റിറ്റി. ആ ഒരു ആട്രിബ്യൂട്ടും അതിൻ്റെ ഒരു എൻറ്റിറ്റിയുമായിട്ട് ചേർന്ന് അസോസിയേഷനാണ് നമ്മൾ ബൈൻഡിങ് എന്ന് പറയുന്നത്. നമ്മൾ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എടുത്തിട്ട് നമ്മൾ നോക്കും എവിടേക്കാണ് ബൈൻഡിങ് വന്നിരിക്കുന്നതെന്ന്, ഓക്കെ. നെക്സ്റ്റ് ബൈൻഡിങ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടൈം അറ്റ് വിച്ച് ദിസ് ബൈൻഡിങ് ടേക്സ് പ്ലേസ്. ഈ ബൈൻഡിങ് ടേക്സ് പ്ലേസ് ചെയ്യുന്ന, ഈ അസോസിയേഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്ന ടൈമിനെയാണ് നമ്മൾ ബൈൻഡിങ് ടൈം എന്ന് പറയുന്നത്, ഓക്കെ. അത് കണക്ക് അനദർ ടെക്നിക്കൽ ടേമാണ് റെഫറൻസിങ് എൻവയോൺമെൻറ്റ്. റെഫറൻസിങ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ബൈൻഡിങ് അറ്റ് എ ഗിവൺ പോയിൻറ്റ് ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എടുക്കുമ്പോൾ ആ ഒരു പോയിൻറ്റിലുള്ള കംപ്ലീറ്റ് സെറ്റ് ഓഫ് ബൈൻഡിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെഫറൻസിങ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്, ഓക്കെ. സോ ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അസോസിയേഷൻ ഓഫ് ടു തിങ്സ്, ആൻഡ് ബൈൻഡിങ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ടൈം അറ്റ് വിച്ച് ദ ബൈൻഡിങ് ടേക്സ് പ്ലേസ്. ദെൻ റെഫറൻസിങ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ബൈൻഡിങ് അറ്റ് എ ഗിവൺ പോയിൻ്റ് ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിൻറ്റിൽ ആ ഒരു പോയിൻറ്റിൽ ആ ടൈമിൽ അവിടെ ഉള്ള സെറ്റ് ഓഫ് ബൈൻഡിങ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെഫറൻസിങ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്, ഓക്കെ. ഇപ്പം ഡെഫിനിഷൻസ് ഒന്നും കൂടെ കൊടുത്തിരിക്കുകയാണ്. ബൈൻഡിങ് എന്തെന്ന് വെച്ചാൽ ബൈൻഡിങ് മീൻസ് ദ ഓപ്പറേഷൻ ഓഫ് അസോസിയേറ്റിംഗ് ടു തിങ്സ് ലൈക്ക് എ നെയിം ആൻഡ് ദ എൻറ്റിറ്റി ഇറ്റ് റെപ്രസെൻറ്റ്, ഓക്കെ. Then binding is associated with an attribute with an entity. Example of attributes എന്ന് പറയുമ്പോൾ നെയിം, ടൈപ്പ്, വാല്യൂ, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ആട്രിബ്യൂട്ടിന് എക്സാമ്പിളാണ്, ഓക്കെ. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എപ്പോഴാണ് ഒരു ബൈൻഡിങ് നടക്കുന്നത്. ബൈൻഡിങ് നടക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബൈൻഡിങ് ടൈം എന്ന് പറയുന്നത്. അത് ഈ ബൈൻഡിങ് എന്ന് പറയുന്നത് എപ്പോഴൊക്കെ നടക്കാം, അതാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Binding occurs at various times in the life of a program. The compiler performs a process called binding when an object is assigned to an object variable. For example, ഞാൻ പറയുകയാണ്, സിയിൽ int a equal to 5. int a equal to 5. Here, we are assigning an object 5 to a variable, object variable a.
അപ്പോൾ ആക്ച്വലി അവിടെ എന്താണ് നടക്കുന്നത്? അവിടെ ഒരു ബൈൻഡിങ് ആണ് നടക്കുന്നത്. എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് വേരിയബിളിലോട്ട് ഞാൻ 5 എന്ന് പറയുന്ന വാല്യൂവിനെ എന്ത് ചെയ്യുകയാണ്? അസൈൻ ചെയ്യുകയാണ്. അപ്പം ഏറ്റവും ബൈൻഡിങ്ങിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇൻറ്റ് എ ഈക്വൽ ടു 5. ഇൻ ദാറ്റ് കേസ് വി ആർ അസൈനിങ് ആൻ ഒബ്ജക്റ്റ്. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ഒബ്ജക്റ്റ് 5 ടു ആൻ ഒബ്ജക്റ്റ് വേരിയബിൾ. ഓക്കെ, ഇത് ആക്ച്വലി നടത്തുന്ന ആരാണ്? കമ്പൈലർ ആയിരിക്കും അല്ലേ? ഇപ്പം ഞാൻ സം ഓഫ് ടു നമ്പേഴ്സിൻ്റെ ഒരു സി പ്രോഗ്രാം എഴുതുകയാണ്. ഇനിഷ്യലി എഴുതുമ്പോൾ ഞാൻ ഹെഡർ ഫയൽസ് എഴുതും. ദെൻ സ്ട്രെയിറ്റ് ഞാൻ മെയിൻ ഓപ്പൺ ചെയ്യും. മെയിനകത്ത് ഞാൻ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യും. സം ഓഫ് ടു നമ്പേഴ്സ് ആയതുകൊണ്ട് 2 ഇൻപുട്ട് വേരിയബിൾ ആൻഡ് 1 ഔട്ട്പുട്ട് വേരിയബിൾ, അങ്ങനെ 3 വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ സ്കാനഫ് വെച്ച് 2 വാല്യൂസിനെ റീഡ് ചെയ്തെടുക്കുന്നു. ദെൻ സം ചെയ്യാനുള്ള സ്റ്റെപ്പ് ഞാൻ എഴുതി കൊടുക്കുന്നു. ദറ്റ് ഇസ് എ ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കൊടുക്കുന്നു. ദെൻ ഐ വിൽ പ്രിൻറ്റ് ദ സം. ഓക്കെ, ഇതാണൊരു സം കാണാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് സി പ്രോഗ്രാം. ഓക്കെ, അപ്പം ആഫ്റ്റർ റൈറ്റിംഗ് എ സി പ്രോഗ്രാം വാട്ട് വിൽ വി ഡു? ഒരു സി പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒരു കംപ്ലീറ്റ് പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ദെൻ വി വിൽ കമ്പൈൽ ദാറ്റ് പ്രോഗ്രാം. ഓക്കെ, നമ്മൾ ആ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുന്നു. കമ്പൈൽ ചെയ്തിട്ട് നമ്മൾ ആ പ്രോഗ്രാമിനെ എന്താ ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറയുന്നത് കമ്പൈലർ ആണ് എന്ത് നടത്തുന്നതെന്നാണ് പറയുന്നത്? ബൈൻഡിങ് എന്ന് വെച്ചാൽ ഈ കമ്പൈൽ ടൈമിൽ എല്ലാ പ്രോഗ്രാമിലും അങ്ങനെ ആകണമെന്നില്ല കേട്ടോ. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കമ്പൈൽ ടൈമിൽ ആകണം എന്നില്ല ഈ ബൈൻഡിങ്. ഇപ്പം നമ്മുടെ സിയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിയിൽ നമ്മൾ കമ്പൈൽ ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ബൈൻഡിങ് നടക്കുന്നത്. ഓക്കെ, ഇപ്പം ഇൻറ്റ് ഞാൻ ആ പ്രോഗ്രാം എഴുതിയ സമയത്ത് ഇൻറ്റ് എ ഈക്വൽ ടു 5 ബി ഈക്വൽ ടു 3 ഡിഫോൾട്ടായിട്ട് ഞാൻ കൊടുക്കുകയാണ്. എയ്ക്കും ഞാൻ വാല്യൂ ഓൾറെഡി ഇനിഷ്യലൈസ് ചെയ്തു, ബിക്കും ഞാൻ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തു. ദെൻ എനിക്ക് ആ എ പ്ലസ് ബിയുടെ സമ്മാണ് എനിക്ക് കാണേണ്ടത്. അപ്പം ആ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന ടൈമിൽ എ ഈക്വൽ ടു 5 എന്ന് വെച്ചാൽ ഇൻറ്റ് എ ഈക്വൽ ടു 5 ബി ഈക്വൽ ടു 3 2 വാല്യൂസ് കൺസിഡർ ചെയ്യാം കേട്ടോ. എ ഈക്വൽ ടു 5 ബി ഈക്വൽ ടു 3. ഇൻറ്റ് എ ഈക്വൽ ടു 5 എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ മെമ്മറി ലൊക്കേഷനിൽ എയ്ക്ക് ഒരു അഡ്രസ്സ് കൊടുക്കുന്നു. ആ അഡ്രസ്സിനകത്തോട്ട് 5 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്ത് വെക്കുന്നു. സിമിലർലി ബിയിനും എന്ത് കൊടുക്കുന്നു? മെമ്മറി ലൊക്കേഷനിൽ ഒരു അഡ്രസ്സ് കൊടുക്കുന്നു. ആ ബിക്കകത്തോട്ട് 3 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്ത് വെക്കുന്നു. ദറ്റ് ഈസ് വി ആർ ബൈൻഡിങ് ദി വാല്യൂ ഓർ വി ആർ അസോസിയേറ്റിംഗ് ദാറ്റ് വാല്യൂ വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ നെയിം അല്ലേ? അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു കമ്പൈൽ ടൈം ബൈൻഡിങ്ങിനെ കുറിച്ചാണ്. ബൈൻഡിങ് എന്ന് പറയും. ഇപ്പം ഇനി നമ്മൾ ഡീപ്പായിട്ട് പഠിക്കണം എപ്പോഴൊക്കെ ബൈൻഡിങ് ടേക്സ് പ്ലേസ് ചെയ്യാം. അപ്പോൾ ബൈൻഡിങ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ ഒരു അസോസിയേഷൻ എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിനെ ഒരു ഒബ്ജക്റ്റ് വേരിയബിളോട്ട് അസൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ കമ്പൈലർ പെർഫോംസ് എ പ്രോസസ് കോൾഡ് ബൈൻഡിങ് when an object is assigned to an object variable. Okay, next is binding time. Very important topic. Binding time means what? It's a moment when the binding is performed. എപ്പോഴാണോ ബൈൻഡിങ് പെർഫോം ആകുന്നത് ആ ഒരു മൊമെൻറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ബൈൻഡിങ് ടൈം എന്ന് പറയുന്നത്. മെയിൻലി ബൈൻഡിങ് ഒക്കെ ചെയ്യുന്നത് 2 ടൈമിലായിരിക്കും. ഏതെങ്കിലും രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു ടൈമിലായിരിക്കും ബൈൻഡിങ് നടക്കുന്നത്. ഐദർ ഡ്യൂറിങ് കമ്പൈലേഷൻ ടൈം ഓർ ഡ്യൂറിങ് എക്സിക്യൂഷൻ ടൈം. ഓക്കെ, സോ ബൈൻഡിങ് ഒന്നുകിൽ കമ്പൈലേഷൻ ടൈമിൽ ബൈൻഡിങ് നടക്കാം, അല്ലെങ്കിൽ എക്സിക്യൂഷൻ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്ത് അതിനുശേഷമുള്ള സ്റ്റെപ്പാണ് എന്ത്? എക്സിക്യൂഷൻ ടൈമിൽ എന്ത് നടക്കാം? This binding can occur. Okay, now we have to differentiate what is the difference between compile time binding and റൺ ടൈം ബൈൻഡിങ്. ഓക്കെ, എക്സിക്യൂഷൻ ടൈമിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൺ ടൈം എന്ന് പറയുന്നത്. പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആക്ച്വലി വി ആർ റണ്ണിങ് ദി പ്രോഗ്രാം. ഓക്കെ, സോ ഇറ്റ് ഈസ് അതർവൈസ് ടേംഡ് ആസ് റൺ ടൈം ബൈൻഡിങ്. ഓക്കെ, സോ കമ്പൈൽ ടൈം ബൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അതർവൈസ് ടേംഡ് ആസ് ഏർലി ബൈൻഡിങ് ഓർ സ്റ്റാറ്റിക് ബൈൻഡിങ്. കമ്പൈൽ ടൈമിൻ്റെ അനദർ 2 ടേംസ് ആണ് ഏർലി ബൈൻഡിങ്, അതേ കണക്ക് എന്താ? സ്റ്റാറ്റിക് ബൈൻഡിങ്. ഓക്കെ, സിമിലർലി റൺ ടൈം ബൈൻഡിങ്ങിന് നമ്മൾ പറയുന്നത് ലേറ്റ് ബൈൻഡിങ് ഓർ ഡൈനാമിക് ബൈൻഡിങ്. ഓക്കെ, സോ ബൈൻഡിങ് മെയിൻലി ടേക്സ് പ്ലേസ് ഐദർ ഡ്യൂറിങ് കമ്പൈലേഷൻ ടൈം ഓർ ഡ്യൂറിങ് എക്സിക്യൂഷൻ ടൈം.
If binding takes place during compilation time, it's otherwise also termed as early binding or static binding. Similarly, runtime binding is also termed as late binding or dynamic binding. Now we had to discuss the difference between these two bindings. Okay, now the concept of binding. So in the previous lecture we have already discussed two terms related to a variable, എൽ വാല്യൂ ആൻഡ് ആർ വാല്യൂ. ഒരു വേരിയബിളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് വാല്യൂസ് കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, എൽ വാല്യൂ ആൻഡ് ആർ വാല്യൂ. എൽ വാല്യൂ മീൻസ് what does this L indicate? L indicate means it's the left hand side of an assignment. int a equal to 5 ആ എനെയാണ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എൽ വാല്യൂ മീൻസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഹോൾഡിംഗ് ദ അഡ്രസ് ഓഫ് ദറ്റ് പെർട്ടിക്കുലർ വേരിയബിൾ എ. സിമിലർലി എ ഈക്വൽ ടു 5ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? It's a value of that particular variable. So it's a R value. Okay. So L value of a variable എന്ന് പറഞ്ഞാൽ its address. Similarly R value of a variable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ its value. Okay. So binding is an association such as between attribute and an entity or between an operation and a symbol. Okay. മനസ്സിലായോ? int a equal to 5 എന്ന് പറഞ്ഞാൽ it's a binding. We are binding an object 5 to an object variable a which is holding a type int. Okay, so a binding is static. Static ഏതാ നമുക്കറിയാലോ. സ്റ്റാറ്റിക് മീൻസ് കമ്പൈൽ ടൈം ബൈൻഡിങ് ഓർ ഏർലി ബൈൻഡിങ്ങിനാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റിക് ബൈൻഡിങ്. എ ബൈൻഡിങ് ഈസ് സ്റ്റാറ്റിക് if it first occur before runtime and remain unchanged throughout program execution. എന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് അല്ലെങ്കിൽ റൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ബൈൻഡിങ് ടേക്സ് പ്ലേസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വി വിൽ സേ ഇറ്റ് ഈസ് സ്റ്റാറ്റിക് ബൈൻഡിങ്. വൺസ് സ്റ്റാറ്റിക് ബൈൻഡിങ് ഈസ് പെർഫോംഡ് then it will remain unchanged. പിന്നീട് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് തീരുന്ന സമയം വരെ ആ ബൈൻഡിങ് എല്ലാം അതേ കണക്ക് ഹോൾഡ് ചെയ്യും. എന്ന് വെച്ചാൽ അവിടെ ചേഞ്ചസ് ഒന്നും നമുക്ക് വരുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്ത് ടൈപ്പ് ബൈൻഡിങ് എന്ന് പറയുന്നത്? സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് മീൻസ് ഇറ്റ്സ് സ്റ്റേഷനറി, വി കനോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ എ ബൈൻഡിങ് ഈസ് സ്റ്റാറ്റിക് ഇഫ് ഇറ്റ് ഒക്കേഴ്സ് ബിഫോർ അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഫസ്റ്റ് ഒക്കേഴ്സ് ബിഫോർ റൺ ടൈം. പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് മുന്നേ ഉള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പൈലേഷൻ ടൈം. കമ്പൈൽ ചെയ്യുന്ന ടൈമിൽ തന്നെ ബൈൻഡിങ് നടക്കുകയാണെങ്കിൽ വി വിൽ സേ ഇറ്റ് ഈസ് സ്റ്റാറ്റിക് ബൈൻഡിങ്. ഇഫ് സച്ച് എ ബൈൻഡിങ് ഒക്കേഴ്സ് ദെൻ ഇറ്റ് വിൽ റിമെയിൻസ് അൺചേഞ്ച്ഡ് ത്രൂ ഔട്ട് ദി പ്രോഗ്രാം. ആ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആകുന്നത് വരെയും ആ ഒരു ബൈൻഡിങ് എന്തായിട്ട് തന്നെ ഇരിക്കും? ഇറ്റ് വിൽ റിമെയിൻസ് അൺചേഞ്ച്ഡ്. യാതൊരു ചേഞ്ചും അതിനകത്ത് വരില്ല. അത് അതേ കണക്ക് നമ്മൾ കീപ്പ് ചെയ്യും. ഓക്കെ, ദെൻ വാട്ട് യു മീൻ ബൈ ഡൈനാമിക് ബൈൻഡിങ്? എ ബൈൻഡിങ് ഈസ് ഡൈനാമിക് ഇഫ് ഇറ്റ് ഫസ്റ്റ് occurs during execution or can change during the execution of a program. പ്രോഗ്രാം കമ്പൈൽ എല്ലാം ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം പ്രോഗ്രാം റൺ ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ ബൈൻഡിങ് പെർഫോം ചെയ്യുന്നതെങ്കിൽ സച്ച് എ ബൈൻഡിങ് ഇസ് ടേംഡ് ആസ് ഡൈനാമിക് ബൈൻഡിങ്. അങ്ങനത്തെ ബൈൻഡിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. അതേ കണക്ക് ആ ഒരു ബൈൻഡിങ് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്ന ടൈമിലും നമുക്ക് അതിനകത്ത് ചേഞ്ചസ് വരുത്താൻ പറ്റും. സോ ഇറ്റ്സ് ഓൾസോ ടേംഡ് ആസ് ഡൈനാമിക് ബൈൻഡിങ്. Dynamic means what? It can change. It keeps on changing. Okay. So, static binding means it occurs during compilation time or before runtime. And once static binding takes place, it will keep or it will remain unchanged throughout the execution of that particular program. Okay. And if a binding is performed during runtime, it is termed as dynamic binding. Then it can change during the execution of that particular program. So the term dynamic or late binding. Okay. So this is the main difference between static binding and dynamic binding. Static binding ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ബൈൻഡിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറിങ് കമ്പൈലേഷൻ ടൈം ആയിരിക്കും. വൺസ് ഇറ്റ് ഈസ് ഡൺ ഇറ്റ് വിൽ നോട്ട് ചേഞ്ച്. ആ ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ തീരുന്നത് വരെ ആ ബൈൻഡിങ്ങിൽ ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, but if we go through but if we use dynamic binding, then it will takes place during program runtime and it can
ചേഞ്ച് ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ആ ഒരു ബൈൻഡിങ്ങിനകത്ത് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരുത്താൻ അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ബൈൻഡിങ് ആൻഡ് ഡൈനാമിക് ബൈൻഡിങ്. ഓക്കെ, നൗ വി ഹാവ് ടു ഡിസ്കസ്. അപ്പോൾ മെയിൻലി നമ്മൾ ഒരു പ്രോഗ്രാമിനകത്ത് വരുന്ന ബൈൻഡിങ് ടൈമാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു സി ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അവിടെ 2 ടൈപ്സ് ഓഫ് ബൈൻഡിങ്ങേ വരുള്ളൂ. ഒന്നെങ്കിൽ കമ്പൈലേഷൻ ടൈം ബൈൻഡിങ് അല്ലെങ്കിൽ എക്സിക്യൂഷൻ ടൈം ബൈൻഡിങ്. ഓക്കെ, ഇനി വേറെ കുറച്ച് എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാമുമായിട്ടല്ല, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ബൈൻഡിങ്സ് ഉണ്ട്. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന പോസിബിൾ ബൈൻഡിങ് ടൈം. ഓക്കെ, അപ്പം ഇപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞത് ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് 2 ടൈപ്സ് ഓഫ് ബൈൻഡിങ് ആണുള്ളത്. ഏതാണ്? സ്റ്റാറ്റിക് ഓർ ഡൈനാമിക്, അല്ലെങ്കിൽ കമ്പൈൽ ടൈം ഓർ റൺ ടൈം. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ വേരിയസ് പോസിബിൾ ബൈൻഡിങ് ടൈം ദാറ്റ് മേ ഒക്കേഴ്സ് ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഏതൊക്കെ പോസിബിൾ ബൈൻഡിങ് ടൈംസ് വരാമെന്നാണ് നോക്കുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ ബൈൻഡിങ് എന്ന് പറയുന്നത് മെയിൻലി 7 പോസിബിൾ ബൈൻഡിങ് ടൈംസ് നമുക്കവിടെ കൊണ്ടുവരാൻ പറ്റും. 7 പോസിബിൾ ബൈൻഡിങ് ടൈംസ്. ഓക്കെ, സോ ബൈൻഡിങ് ടൈം ഇസ് എ ടൈം അറ്റ് വിച്ച് എ ബൈൻഡിങ് ഈസ് ക്രിയേറ്റഡ്. അപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഈ 7 ബൈൻഡിങ്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാംഗ്വേജ് ഡിസൈൻ ടൈം. Second one is language implementation time. Next one is program write time, then compile time, link time, load time and run time. Okay, ഇത് ഓൾറെഡി നമ്മൾ കമ്പൈൽ ടൈമും റൺ ടൈമും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, സോ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ നമ്മൾ എടുത്ത് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഇൻ ദാറ്റ് കേസ് ദർ ആർ 7 പോസിബിൾ ബൈൻഡിങ് ടൈം ക്യാൻ ഒക്കേഴ്സ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കേസിൽ. ഓക്കെ, അത് 7 പോസിബിൾ ബൈൻഡിങ് ടൈംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബൈൻഡിങ് ക്യാൻ ഒക്കേഴ്സ് ഡ്യൂറിങ് ലാംഗ്വേജ് ഡിസൈൻ ടൈം. ലാംഗ്വേജ് ഡിസൈൻ ചെയ്യുന്ന ടൈമിലും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അവിടെയും ബൈൻഡിങ് ഉണ്ട്. ബൈൻഡിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അവിടെയും കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പം ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ ലാംഗ്വേജിനെ എന്ത് ചെയ്യും? ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ടൈമിലും എന്തുണ്ട്? അവിടെ ബൈൻഡിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നുണ്ട്. ദെൻ ആ ഒരു പ്രോഗ്രാം, അപ്പോൾ ആ ഒരു ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? വി ക്യാൻ റൈറ്റ് പ്രോഗ്രാംസ്. ആ പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്ന സമയത്തും എന്ത് വരാം? ബൈൻഡിങ് ക്യാൻ ഒക്കേഴ്സ്. ഇറ്റ് ഈസ് ടൈംഡ് ആസ് പ്രോഗ്രാം റൈറ്റിംഗ് ടൈം. ഓക്കെ, നെക്സ്റ്റ് ഇസ് കമ്പൈൽ ടൈം. കമ്പൈൽ ടൈമിലാണ് ബൈൻഡിങ് നടക്കുന്നതെങ്കിൽ അതാണ് കമ്പൈൽ ടൈം ബൈൻഡിങ്. ലിങ്കിങ് ടൈമിലാണെങ്കിൽ വി വിൽ സേ ഇറ്റ്സ് ലിങ്ക് ടൈം ബൈൻഡിങ്. പ്രോഗ്രാം ലോഡ് ചെയ്യുന്ന ടൈമിലാണ് ബൈൻഡിങ് നടക്കുന്നതെങ്കിൽ ലോഡ് ടൈം ബൈൻഡിങ്. പ്രോഗ്രാം റൺ ചെയ്യുന്ന ടൈമിലാണ് നടക്കുന്നതെങ്കിൽ റൺ ടൈം ബൈൻഡിങ്. ഓക്കെ, സോ ദർ ആർ 7 പോസിബിൾ ബൈൻഡിങ് ടൈംസ്. ഓക്കെ, നമ്മുടെ ലാംഗ്വേജ് ഡിസൈൻ ചെയ്യുന്നത് മുതൽ ആ ലാംഗ്വേജിനകത്തൊരു പ്രോഗ്രാം എഴുതി അത് കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഇത്രയും ബൈൻഡിങ്സ് വരാം. ഓക്കെ, ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് ലാംഗ്വേജ് ഡിസൈൻ ടൈം, സെക്കൻഡ് വൺ ഇസ് ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻ ടൈം, ദെൻ പ്രോഗ്രാം റൈറ്റ് ടൈം, ദെൻ കമ്പൈൽ ടൈം, ദെൻ ലിങ്ക് ടൈം, load time and run time. Okay, now we have to discuss each of this binding time. ഇപ്പം നമ്മൾ 7 പോസിബിലിറ്റീസ് പറഞ്ഞു. ഇനി ആ 7 പോസിബിലിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ലാംഗ്വേജ് ഡിസൈൻ ടൈം. ലാംഗ്വേജ് ഡിസൈൻ ടൈം എന്ന് പറയുമ്പം ഒരു ലാംഗ്വേജ് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ കുറേ ബൈൻഡിങ്സ് എന്ത് ചെയ്യും? കുറേ കാര്യങ്ങൾ നമ്മൾ ബൈൻഡ് ചെയ്ത് വെക്കും. എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് വെക്കും. ഫോർ എക്സാമ്പിൾ ഇത് പറയുകയാണ്, ബൈൻഡ് ഓപ്പറേറ്റർ സിമ്പിൾ ടു ഓപ്പറേഷൻ. എന്ന് വെച്ചാൽ എന്താണ്? ബൈൻഡ് ഓപ്പറേറ്റർ സിമ്പിൾസ് ടു ഓപ്പറേഷൻ എന്ന് വെച്ചാൽ സ്റ്റാർ എന്ന് പറയുന്ന സിമ്പിളിനെ, ആ സിമ്പിൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്പറേറ്ററിലോട്ട് നമ്മൾ ബൈൻഡ് ചെയ്യും. പ്ലസ് ആണെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിലോട്ട് നമ്മൾ ബൈൻഡ് ചെയ്യും. അപ്പം അങ്ങനത്തെ ബൈൻഡിങ്സ് എന്ന് വെച്ചാൽ ഒരു ഓപ്പറേറ്ററിനെ അതിൻ്റെ കറസ്പോണ്ടിങ് ഓപ്പറേഷനിലോട്ട് ബൈൻഡ് ചെയ്യുന്നത്. അതൊക്കെ എവിടെ നടക്കുന്നത്? ലാംഗ്വേജ് ഡിസൈൻ ചെയ്യുന്ന ടൈമിലായിരിക്കും നടക്കുന്നത്. സിമിലർലി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക, ദെൻ അതിനകത്ത് വരാൻ പറ്റുന്ന പോസിബിൾ ഡാറ്റ ടൈപ്സ് ഡിഫൈൻ ചെയ്യുക, അതിനകത്ത് വരാൻ പറ്റുന്ന കൺട്രോൾ ഫ്ലോ സ്ട്രക്ചേഴ്സ്, ഇതെല്ലാം
ബൈൻഡ് ചെയ്യുന്ന ടൈമാണ് എന്ത്? ലാംഗ്വേജ് ഡിസൈൻ ടൈം. അപ്പം ലാംഗ്വേജ് ഡിസൈൻ ടൈമിൽ നമ്മൾ ബൈൻഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓപ്പറേറ്റേഴ്സിനെ കറസ്പോണ്ടിങ് ഓപ്പറേഷൻസിലൂടെ നമ്മൾ ബൈൻഡ് ചെയ്യാറുണ്ട്. ദെൻ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ നമ്മൾ ബൈൻഡ് ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ ആ ഒരു ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതേണ്ട സ്ട്രക്ചർ എങ്ങനെയാണ് അത് നമ്മൾ ആ ബൈൻഡിങ്ങും ആ ടൈമിൽ തന്നെ ആയിരിക്കും എടുക്കുന്നത്. ദെൻ അതിനകത്ത് യൂസ് ചെയ്യുന്ന കൺട്രോൾ ഫ്ലോ സ്ട്രക്ചേഴ്സിൻ്റെ ബൈൻഡിങ്ങും എല്ലാം ഏത് ടൈമിലായിരിക്കും? ലാംഗ്വേജ് ഡിസൈൻ ടൈമിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻ ടൈം. ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻ ടൈമിൽ എന്തൊക്കെ ബൈൻഡിങ് നടക്കുമെന്ന് പറഞ്ഞാൽ കപ്ലിംഗ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ടു ഒ എസ്. നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ ഒ എസുമായിട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ കപ്പിൾ ചെയ്യുക. ആ ഒരു ബൈൻഡിങ് നടക്കുന്ന എപ്പോഴാണ്? ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ടൈമിലാണ്. അതേപോലെ അരിത്തമെറ്റിക് ഓവർഫ്ലോ, സ്റ്റാക്ക് സൈസ്, ടൈപ്പ് ഇക്വാലിറ്റി, ദെൻ ഹാൻഡ്ലിംഗ് ഓഫ് റൺ ടൈം എക്സെപ്ഷൻസ്, ഇതെല്ലാം ഒരു ലാംഗ്വേജ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത് ഏത് ടൈമിലായിരിക്കും? ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻ ടൈമിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് പ്രോഗ്രാം റൈറ്റിംഗ് ടൈം. പ്രോഗ്രാം റൈറ്റിംഗ് ടൈമിൽ നമ്മൾ ബൈൻഡ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിനകത്ത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അൽഗരിതംസ്, ഡാറ്റാ സ്ട്രക്ചേഴ്സ്, നെയിംസ്, ഇതെല്ലാം ബൈൻഡ് ചെയ്യുന്നതാണ് ഏത് ടൈമിൽ? പ്രോഗ്രാം റൈറ്റിംഗ് ടൈമിൽ. ഓക്കെ, നെക്സ്റ്റ് ഇസ് കമ്പൈൽ ടൈമിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കമ്പൈൽ ടൈമിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വി വിൽ ബൈൻഡ് എ വേരിയബിൾ ടു എ പർട്ടിക്കുലർ ഡാറ്റ ടൈപ്പ് അറ്റ് കമ്പൈൽ ടൈം. എന്ന് വെച്ചാൽ ഞാൻ സിയിലിപ്പം ഇൻറ്റ് എ എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വേരിയബിൾ എ എന്ന് പറയുന്ന വേരിയബിളിനെ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിലോട്ട് ഞാൻ ബൈൻഡ് ചെയ്യുന്നത് ഏത് ടൈമിലായിരിക്കും? ആ പ്രോഗ്രാമിൻ്റെ കമ്പൈൽ ചെയ്യുന്ന ടൈമിലായിരിക്കും. ഓക്കെ, ബൈൻഡ് എ വേരിയബിൾ ടു എ പർട്ടിക്കുലർ ഡാറ്റ ടൈപ്പ് അറ്റ് കമ്പൈൽ ടൈം. ഓക്കെ, നെക്സ്റ്റ് ഇസ് link time. Link time means what? The libraries of standard subroutines joined together by a linker. അതാണ് ആ ടൈമിൽ ലിങ്കിങ് എന്താണെന്ന് അറിയാലോ. എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമ്മൾ യൂസ് ചെയ്ത എല്ലാ സ്റ്റാൻഡേർഡ് സബ്റൂട്ടീൻസിനും കൂടെ ലിങ്ക് ചെയ്യുക. ആ ബൈൻഡിങ് നടക്കുന്ന എപ്പോഴായിരിക്കും? ലിങ്ക് ടൈമിലായിരിക്കും നടക്കുന്നത്. ഓക്കെ, ദെൻ ലോഡ് ടൈപ്പ് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? ലോഡിങ് ദി പ്രോഗ്രാം into main memory, അല്ലേ? It refers to the point at which the OS loads the program into main memory so that it can run. Okay, the virtual address are chosen at link time and physical address changes at run time. Okay, next run time means what? Run time നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. It refers to the entire span from the beginning to the end of execution. The program execute ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ബൈൻഡിങ് ആണ് ഇത് റൺ ടൈം ബൈൻഡിങ്. ഓക്കെ, സോ these are the various possible binding time, okay, associated with a particular programming language. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ലാംഗ്വേജ് ഡിസൈൻ ടൈം, ദെൻ ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻ ടൈം, ദെൻ program writing time, then compile time, link time, load time and run time. Okay, so these 7 are the possible binding times. ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ബൈൻഡിങ് ടൈമിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ സിക്കകത്ത് ഇങ്ങനൊരു സിൻടാക്സ് എഴുതി. ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 then we will assign a value b and a to b. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇഫ് കണ്ടീഷൻ ട്രൂ ആകുകയാണെങ്കിൽ എ എന്ന് പറയുന്ന വാല്യൂ ഞാൻ ബിയിലോട്ട് അസൈൻ ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു കൺട്രോൾ സ്ട്രക്ചർ നമ്മൾ ആക്ച്വലി ആ ഒരു ബൈൻഡിങ് ആക്ച്വലി നടക്കുന്ന എപ്പോഴാണ്? ലാംഗ്വേജ് ഡിസൈൻ ചെയ്യുന്ന സമയത്താണ്. ഓക്കെ, ആ ഒരു എക്സാമ്പിളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ കീവേഡ്സ്, എക്സാമ്പിൾ ക്ലാസസ് ഇൻ C++. നമ്മുടെ ജാവ, C++ലും ജാവയിലും ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ക്ലാസ് എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ആ ക്ലാസ് എന്ന് പറയുന്ന വേർഡിനെ ആ ഒരു ലാംഗ്വേജിലോട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന ഏത് ടൈമിലാണ്? ആ ലാംഗ്വേജ് ഡിസൈൻ ചെയ്ത ടൈമിലാണ്. ഓക്കെ, ദെൻ റിസർവ്ഡ് വേർഡ്, മെയിൻ ഇൻ സി, റൈറ്റ് എലൻ ഇൻ പാസ്കൽ, അതൊക്കെ എന്നുവെച്ചാൽ നമ്മുടെ സിക്കകത്ത് ഒത്തിരി റിസർവ്ഡ് വേർഡ്സും കീവേഡ്സും ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ എപ്പോഴാണ് ബൈൻഡ് ചെയ്യുന്നത്? ലാംഗ്വേജ് ഡിസൈൻ ചെയ്യുന്ന ടൈമിലാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
ദെൻ മീനിങ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. ഇപ്പം പ്ലസ് ആണെങ്കിൽ വി ഹാവ് ടു ആഡ് ടു നമ്പേഴ്സ്, സ്റ്റാർ ആണെങ്കിൽ വി ഹാവ് ടു മൾട്ടിപ്ലൈ ടു നമ്പേഴ്സ്, മൈനസ് ആണെങ്കിൽ വി ഹാവ് ടു സബ്ട്രാക്ട് ടു നമ്പേഴ്സ്. ഇത് ഈ ഒരു ബൈൻഡിങ് നടക്കുന്നത് ലാംഗ്വേജ് ഡിസൈൻ ടൈമിലാണ്. ഓക്കെ. ദെൻ പ്രിമിറ്റീവ് ടൈപ്സ് എക്സാമ്പിൾസ് ഫ്ലോട്ട്, സ്ട്രക്ചർ. സിക്കകത്തുള്ള ഫ്ലോട്ട് സ്ട്രക്ചർ അതല്ല, അത് നമ്മൾ ബൈൻഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു ലാംഗ്വേജിലോട്ട് അത് ബൈൻഡ് ചെയ്തിരിക്കുന്നത് ഏത് ടൈമിലാണ്? ലാംഗ്വേജ് ഡിസൈൻ ടൈം. ഓക്കെ. ദെൻ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ലിറ്ററൽസ് എക്സാമ്പിൾ ദാറ്റ് ഇസ് 3.1 അത് 4 ബാർ. ഇതൊക്കെ ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ടൈമിലാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ദെൻ ദ സ്പെസിഫിക് ടൈപ്പ് ഓഫ് എ വേരിയബിൾ ഇൻ എ സി ഓർ പാസ്കൽ, അത് കമ്പൈൽ ടൈം. ഒരു വേരിയബിളിനെ ഒരു പെർട്ടിക്കുലർ ടൈപ്പിലോട്ട് അസൈൻ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ സിക്കകത്ത് ഇൻറ്റ് എ മീൻസ് വാട്ട്? എ എന്ന് പറഞ്ഞ വേരിയബിളിനെ ഇൻറ്റിജർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിലോട്ട് ഞാൻ അസൈൻ ചെയ്യുന്നു. അത് ആക്ച്വലി ഏത് ടൈമിലായിരിക്കും നടക്കുന്നത്? കമ്പൈൽ ടൈമിലായിരിക്കും നടക്കുന്നത്. ഓക്കെ. ദെൻ സ്റ്റോറേജ് അലോക്കേഷൻ മെത്തേഡ് ഓഫ് എ വേരിയബിൾ, അത് ഒന്നുകിൽ ലാംഗ്വേജ് ഡിസൈൻ ടൈമിൽ നടക്കാം, ദെൻ ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻ ടൈമിൽ നടക്കാം, അല്ലെങ്കിൽ കമ്പൈൽ ടൈമിൽ വേണമെങ്കിൽ നടക്കാം. ഓക്കെ. ദെൻ ലിങ്കിങ് കോൾ ടു ലൈബ്രറി ഫങ്ഷൻസ് റൂട്ടീൻ പ്രിൻ്റ് എഫ്. സിക്കകത്ത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് പ്രിൻ്റ് എഫ്, സ്കാൻ എഫ്. ഓക്കെ. അപ്പം ആ നമ്മൾ ജസ്റ്റ് പ്രിൻ്റ് എഫ് എൻ്റർ ദി ഫസ്റ്റ് നമ്പർ, സ്കാൻ എഫ് %d, ആമ്പസൺ എ എന്ന് മാത്രമേ കൊടുക്കുള്ളൂ. ആ പ്രിൻ്റ് എഫിനെ ലിങ്ക് ചെയ്യുന്നത് ഏത് ടൈമിലായിരിക്കും? ലിങ്കർ ടൈമിലായിരിക്കും ആ പ്രിൻ്റ് എഫിൻ്റെ കംപ്ലീറ്റ് കോഡ് നമ്മുടെ പ്രോഗ്രാമുമായിട്ട് അസോസിയേറ്റ് ആകുന്നത്. ഓക്കെ. ദെൻ മേർജിങ് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് കോഡ്സ് ഇൻറ്റു വൺ എക്സിക്യൂട്ടബിൾ ഫയൽസ്, അത് നടക്കുന്നത് ലിങ്കിങ് ടൈമിലായിരിക്കും. ദെൻ നോൺ സ്റ്റാറ്റിക് അലോക്കേഷൻ ഓഫ് സ്പേസ് ഫോർ വേരിയബിൾസ്. നോൺ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് അലോക്കേഷൻ ഓഫ് വേരിയബിൾസ് നടക്കുന്നത് ഏത് ടൈമിലായിരിക്കും? റൺ ടൈമിൽ ആയിരിക്കും. ഓക്കെ. സോ ദീസ് ആർ വേരിയസ് എക്സാമ്പിൾസ് ഓഫ് വേരിയസ് ബൈൻഡിങ് ടൈം. നമ്മൾ പല ബൈൻഡിങ് ടൈം പഠിച്ചു. ആ പല ബൈൻഡിങ് ടൈമിൻ്റെ അകത്ത് നടക്കുന്ന എക്സാമ്പിൾസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ദെൻ അസൈനിങ് പ്രോപ്പർട്ടി ഓഫ് എ വേരിയബിൾ. ഓക്കെ. അസൈനിങ് പ്രോപ്പർട്ടി ഓഫ് എ വേരിയബിൾ നോക്കിക്കോ. ഒരു വേരിയബിളിന് ഒരു നെയിം അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇൻറ്റ് എ എന്ന് വെച്ചാൽ എന്താണ്? ഹിയർ വി ആർ ഡിക്ലെയറിങ് എ വേരിയബിൾ. ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. ആ വേരിയബിളിൻ്റെ നെയിമാണ് എന്തെന്ന് പറയുന്നത്? എ. അപ്പോൾ ആ ഒരു ഡിക്ലറേഷൻ നടക്കുന്നത് ഏത് ടൈമിലായിരിക്കും? കമ്പൈൽ ടൈമിൽ ആയിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ബൈൻഡിങ് നടക്കുന്നത് ഏത് ടൈമിലായിരിക്കും? കമ്പൈൽ ടൈമിലായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ഇസ് വേരിയബിളിന് അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു വേരിയബിളിന് അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്നുകിൽ ലോഡ് ടൈം അല്ലെങ്കിൽ റൺ ടൈം. എന്നുവെച്ചാൽ ഒന്നുകിൽ കമ്പൈൽ ടൈമിലായിരിക്കും, അല്ലെങ്കിൽ ആ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിലായിരിക്കും ആ ഒരു ബൈൻഡിങ് നടക്കുന്നത്. ഓക്കെ. അത് സിക്കകത്ത് അങ്ങനെയാണ്. പക്ഷേ സ്മോൾ ടോക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് റൺ ടൈമിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? ഒരു വേരിയബിളിന് അഡ്രസ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഒരിക്കലും ഇവിടെ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിനെ സ്റ്റിക്ക് ഔട്ട് ചെയ്തായിരിക്കത്തില്ല പ്രോബ്ലംസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് പറയുന്നത്. നമ്മൾ പല പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ ബേസ് ചെയ്തായിരിക്കും നമ്മളിവിടെ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ വേരിയബിൾസിന് അഡ്രസ്സ് കൊടുക്കുക എന്ന് പറയുന്നത് സി ലാംഗ്വേജിലാണെങ്കിൽ ഇറ്റ് ക്യാൻ ഐദർ ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ലോഡ് ടൈം ഓർ ഇറ്റ് ക്യാൻ ടേക്സ് പ്ലേസ് ഡ്യൂറിങ് റൺ ടൈം. ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്മോൾ ടോക്ക് ലാംഗ്വേജ് അത് എപ്പോഴും ഏത് ടൈമിലേ എടുക്കുള്ളൂ? റൺ ടൈമിൽ മാത്രമേ വേരിയബിൾസിന് അഡ്രസ്സ് അസൈൻ ചെയ്ത് കൊടുക്കുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ഇസ് വേരിയബിൾ ടൈപ്പ്. ഒരു വേരിയബിളിൽ ടൈപ്പിലോട്ട് ബൈൻഡ് ചെയ്യുന്നത്. ജാവയിലാണെങ്കിൽ ഇറ്റ് വിൽ ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ദ കമ്പൈൽ ടൈം, ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്കീം ലാംഗ്വേജ് ഇറ്റ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് റൺ ടൈം. ഓക്കെ. അപ്പം ഒരു വേരിയബിളിന് ടൈപ്പ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവയിലാണെങ്കിൽ കമ്പൈൽ ടൈമിലായിരിക്കും ആ ഒരു ടൈപ്പ് അസൈൻ ചെയ്യുന്നത്. പക്ഷേ സ്കീം എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണെങ്കിൽ റൺ ടൈമിലായിരിക്കും അത് ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഒരു വേരിയബിളിന് വാല്യൂ കൊടുക്കുക. ഇറ്റ് ക്യാൻ ഐദർ ടേക്സ് പ്ലേസ് ഡ്യൂറിങ് റൺ ടൈം ഓർ ഇറ്റ് ക്യാൻ ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ലോഡ് ടൈം. എന്ന് വെച്ചാൽ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ A=5 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അത് ഇനിഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ബൈൻഡിങ് നടക്കും. ഇനിയിപ്പോൾ അങ്ങനല്ല, ഇൻറ്റ് എ ദെൻ എൻ്റർ ദ വാല്യൂ ഓഫ് എ, സ്കാൻ ഓഫ് എ കൊടുക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്ത് വേണം വാല്യൂ എടുക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഏത് ടൈമിലായിരിക്കും? റൺ ടൈമിലായിരിക്കും എടുക്കുന്നത്. ഓക്കെ. ദെൻ വേരിയബിളിൻ്റെ ലൈഫ് ടൈം നമുക്ക് ആ ഒരു ബൈൻഡിങ് നടക്കുന്നത് എപ്പോഴായിരിക്കും? കമ്പൈൽ ടൈമിലായിരിക്കും. എന്നുവെച്ചാൽ അത് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന എവിടെയാണോ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ വേരിയബിളിൻ്റെ ലൈഫ് ടൈം ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ. ദെൻ വേരിയബിളിൻ്റെ സ്കോപ്പ്, അതും നമ്മൾ കമ്പൈൽ ടൈമിൽ തന്നെ ആയിരിക്കും നോക്കുന്നത്. ഓക്കെ. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ബൈൻഡിങ്.
നമ്മൾ പറഞ്ഞു ആ ഒരു ഡിഫറൻസ് വരുന്നത് തന്നെ സ്റ്റാറ്റിക് മീൻസ് ബിഫോർ റൺ ടൈം ആൻഡ് ഡൈനാമിക് മീൻസ് ഡ്യൂറിങ് റൺ ടൈം. Okay, so the term static and dynamic are generally used to refer to things bound before runtime and at runtime respectively. ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തതാണ്, ഞാൻ വീണ്ടും പറയുന്നില്ല. Okay, now what are the advantages of using static binding and what are the advantages of using dynamic binding? അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഏർലി ബൈൻഡിങ് ആണ് ചെയ്യുന്നത്. ഏർലി ബൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ബൈൻഡിങ് മീൻസ് കമ്പൈൽ ടൈം ബൈൻഡിങ്. അതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ പ്രൊവൈഡ് ഗ്രേറ്റർ എഫിഷ്യൻസി കൂടുതലായിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. മീൻസ് നമ്മൾ കമ്പൈൽ ടൈമിൽ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഇസ് സിൻറ്റാക്റ്റിക് ആൻഡ് സിമാൻറ്റിക് ചെക്കിങ് അതെല്ലാം നമ്മൾ കമ്പൈൽ ടൈമിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി റൺ ടൈമിൽ ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. മീൻസ് റൺ ടൈമിൽ ഒരു ഓവർ ഹെഡും വരില്ല. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് പ്രൊവൈഡ് ഗ്രേറ്റർ എഫിഷ്യൻസി. ഓക്കെ, സോ ദ ബെനിഫിറ്റ് ഓഫ് എന്താ പറയുന്നത് അല്ലെങ്കിൽ എഫക്റ്റ് ഓഫ് ബൈൻഡിങ് ടൈമാണ് പറഞ്ഞത്. ബെനിഫിറ്റ് ഓഫ് കമ്പൈൽ ടൈം അല്ലെങ്കിൽ ഏർലി ടൈം ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ എഫിഷ്യൻസിയാണ്. അത് പറയാൻ കാര്യം എന്താ, സിൻറ്റാക്റ്റിക് ആൻഡ് സിമാൻറ്റിക് ചെക്കിംഗ് ക്യാൻ ബി ഡൺ അറ്റ് കമ്പൈൽ ടൈം ഓൺലി വൺസ് ആൻഡ് റൺ ടൈം ഓവർ ഹെഡ് ക്യാൻ ബി അവോയ്ഡഡ്. സിൻറ്റാക്റ്റിക് സിമാൻറ്റിക് എല്ലാ ചെക്കിങ്ങും നമ്മൾ കമ്പൈൽ ടൈമിൽ നടത്തി കഴിയും. ഓക്കെ, പിന്നീട് റൺ ടൈമിൽ യാതൊരു ഓവർ ഹെഡും അവിടെ പോസിബിൾ അല്ല, ഒന്നും വരില്ല. അതാണ് എന്ത് ഗ്രേറ്റർ എഫിഷ്യൻസി എന്ന് പറഞ്ഞ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ലേറ്റ് ടൈം ബൈൻഡിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ അഡ്വാൻറ്റേജ് മീൻസ് എന്താണ്, ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റിയാണ് ലേറ്റ് ടൈം അല്ലെങ്കിൽ റൺ ടൈം അല്ലെങ്കിൽ ഡൈനാമിക് ബൈൻഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതിൻ്റെ കറക്റ്റ് മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർപ്രെറ്റർ അലോസ് പ്രോഗ്രാമർ ടു ബി എക്സ്റ്റെൻഡഡ് അറ്റ് റൺ ടൈം. എന്ന് വെച്ചാൽ റൺ ടൈമിലും നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്കവിടെ വരുത്താം ഇഫ് യു ആർ യൂസിങ് ഡൈനാമിക് ബൈൻഡിങ്. ഓക്കെ, സോ യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ബൈൻഡിങ് ടൈം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബൈൻഡിങ് ടൈം ചോദിക്കുമ്പോൾ അസോസിയേഷൻ എഴുതുക, ദെൻ ബൈൻഡിങ് ടൈം എഴുതുക, വേണമെങ്കിൽ ആ റെഫറൻസിങ് എൻവയോൺമെൻറ്റും കൂടെ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ബൗണ്ടിങ്. ഓക്കെ, സ്റ്റാറ്റിക് ബൗണ്ടിങ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദ മെയിൻ അഡ്വാൻറ്റേജസ് എന്താണ്, മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്, ഇസ് ഗ്രേറ്റർ എഫിഷ്യൻസി. ഡൈനാമിക് ബൈൻഡിങ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മെയിൻ അഡ്വാൻറ്റേജസ് ഗ്രേറ്റർ flexibility. Okay, so the static binding refers to compile time binding and remain unchanged throughout the program, but dynamic binding refers to runtime binding and it first occurs during execution and cannot change during execution of the program. Okay, then what is the advantage of binding time as early as possible and what is the advantage of delay binding? What is the advantage of binding things as early as possible? As early as possible എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഏർലി ബൈൻഡിങ് ആണ്. മീൻസ് സ്റ്റാറ്റിക് അല്ലെങ്കിൽ കമ്പൈൽ ടൈം ബൈൻഡിങ്. അഡ്വാൻറ്റേജ് എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗ്രേറ്റർ എഫിഷ്യൻസി. മീൻസ് വൺസ് ഇറ്റ്സ് സിൻടാക്സ് ആൻഡ് സിമാൻറ്റിക്സ് ആർ ചെക്ക്ഡ് ഡ്യൂറിങ് കമ്പൈൽ ടൈം then it can never be changed. That means its overhead during the load time can be avoided. Okay, and what is the advantage of delaying binding? Delaying binding എന്ന് പറഞ്ഞാൽ എന്താ, it means we are binding during run time or load time or dynamic binding. And its advantage is greater flexibility means what, we can extend the program while executing or while running. Okay, so ഇതാണ് ബൈൻഡിങ്ങിനെ കുറിച്ച് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. സോ ഗോ ത്രൂ ദി വീഡിയോ, then prepare notes. Okay, thank you very much.